ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്ന മുത്തീന പാർക്കിലാണ്. അത് ദുബായിലുള്ളവർക്കൊക്കെ ഏകദേശമുള്ളവർക്ക് അറിയായിരിക്കും മുത്തീന പാർക്ക് എന്ന് പറയുന്നത് എവിടെയാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ അറിയായിരിക്കും. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, എടുത്തു പറയത്തക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്താണ്. ഈ ഒരു പാർക്ക് ലെങ്തി ഷേപ്പിലാണ്, ലെങ്തായിട്ടുള്ള ഷേപ്പാണ്. അതായത് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് ഈ പാർക്കിന്. മറ്റേതെങ്കിലും രാജ്യത്ത് ഇങ്ങനൊരു പാർക്കുണ്ടോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ദുബായ് മുത്തീന പാർക്കിൽ 1.5 കിലോമീറ്റർ ലെങ്തുള്ള ഒരു പാർക്കാണ്. അത് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്നുള്ളത്. ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ടോ, ലെങ്താണ്, നല്ല ലെങ്തായിട്ട് അങ്ങനെ കിടപ്പുണ്ട്. ഒരു ഏകദേശം 1.5 കിലോമീറ്റർ. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാറുകൾ പോകുന്നുണ്ടോ. ഇതിൻ്റെ 2 സൈഡിലായിട്ട് റോഡാണ്. ഒരു സൈഡിൽ ഇങ്ങോട്ട് പോകുന്നു, ഒരു സൈഡിൽ അങ്ങോട്ട് പോകുന്നു. അവിടെ ലുലു കാണുന്നുണ്ട്. ഈ പാർക്കിൻ്റെ ഫുട്പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ പോകണം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതാണ് ലെങ്തായിട്ടുള്ള ഒരു പാർക്ക്. ഈ പാർക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഈ പാർക്കിൻ്റെ ലാസ്റ്റാണ് നിൽക്കുന്നത്, എൻഡിലാണ് നിൽക്കുന്നത്, ഏറ്റവും ലാസ്റ്റാണ്. ഇത് കണ്ട, ഈ റോഡ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നിന്നാൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് ഓരോ രാജ്യത്തേക്ക് പോകുന്ന, ദുബായിൽ നിന്ന് ഓരോ രാജ്യത്തേക്ക് വന്ന ഫ്ലൈറ്റും ഇതാ എൻ്റെ തലമുണ്ടേ കൂടെ പോകുന്നത്. അത് കണ്ടോ, ഇതാ ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. ഈ ഫ്ലൈറ്റ് പോകുന്നത് ഏതോ ഒരു രാജ്യത്തേക്ക് പോകുന്നൊരു ഫ്ലൈറ്റാണ്. കാറ്റിൻ്റെ ദിശ അനുസരിച്ച് ഫ്ലൈറ്റ് ടേക്ക് ഓഫും ടേക്ക് ഓണും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഇന്നത്തെ ഇതനുസരിച്ച് ഈ ഒരു ഫ്ലൈറ്റ് പോകുന്ന ഒരു ദിശയാണ് കാണിക്കുന്നത്. ഈ പാർക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈന്തപ്പനകളാണ്. ഈന്തപ്പനകളെ ഇവർ ഒരുപാട് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ കണ്ടില്ലേ. ഈ ഈന്തപ്പന സാധാരണ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും ഈന്തപ്പനകളുണ്ട്. എന്നാൽ ഇവിടുത്തെ ഈ ഈന്തപ്പനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവർ വച്ചതാണ്. സൗദി അറേബ്യയുടെ ഈന്തപ്പഴത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. എന്ന് വെച്ചാൽ വളരെ വലിപ്പമുള്ള ഈന്തപ്പഴമായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന അതേ സെയിം തൈകളാണ് ഇവിടെ വച്ചിട്ട്, ഇവിടെ കായകളെല്ലാം ആൾക്കാർ പറിച്ചുകൊണ്ടൊക്കെ പോകും. പഴുത്ത് വീഴുമ്പോഴത്തേക്ക് എടുക്കും. വലിയ പഴമാണ്, ഇത്ര വലിയ ഈന്തപ്പഴമാണ് ഇവിടെ നിന്ന് ആൾക്കാർ ശേഖരിച്ചുകൊണ്ട് പോകുന്നത്. കണ്ടോ, നല്ല പൂക്കളുള്ള ചെടികളും ഇത് കണ്ടോ, പുല്ല് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്, ചെടികൾ. ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടോ. ഇവിടെ ഇത്രയൊന്നും അല്ല, അവധി ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇത്രയും നല്ല ചെടികൾ 2 സൈഡിലും വച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. പിന്നെ ഈ പാർക്കിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് പുറത്ത് ചാടാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഫെൻസ് അടിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഫെൻസിൽ കൂടെ നമുക്ക് പുറത്ത് ചാടാൻ പറ്റില്ല. പുറത്ത് ചാടിക്കഴിഞ്ഞാൽ ഫൈനാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇവർ സിഗ്നൽ വെച്ചിട്ടുണ്ട്, അവിടെ മാത്രമേ നമുക്ക് ഇറങ്ങി ചാടാൻ പറ്റുള്ളൂ. കണ്ട, ആൾക്കാരൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ടോ ഈ സമയത്ത് പോലും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്ത എൻഡിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ. ഒരു പാർക്കിന് ഭംഗി കൂട്ടുന്ന വേറൊരു ഇതാണ്, 2ആയിട്ട് സ്പ്ലിറ്റാക്കി. ഈ ഒരു വഴി കൂടെയും പോവാം, ഈ ഒരു വഴി കൂടെയും പോവാം. ഇങ്ങനെ സ്പ്ലിറ്റാക്കിയാണ് അവർ ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ, അതൊരു പ്രത്യേക രീതിയിലാണ് അവർ ഇത് ചെയ്തേക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് ഈത്തപ്പനകൾ വെച്ചിട്ടുണ്ട്, ചെടി മരങ്ങൾ എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ പാർക്കിൻ്റെ ഏകദേശം ലാസ്റ്റ് എൻഡ് സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. അവിടെ നെസ്റ്റൊക്കെ കാണുന്നുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ നടന്ന് എത്തിയതാണ് നമ്മളിവിടെ. ഇപ്പോൾ ഇത്രയും ദൂരം ഉണ്ടായിരുന്നു. കണ്ടോ, ഈന്തപ്പനകൾ ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് ഈന്തപ്പനകളുണ്ട് 2 സൈഡിലും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പോർഷനിലെത്തി. ഇതാണ് മുത്തീന പാർക്കിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ. ഇതാണ് മുത്തീന പാർക്കിനെ പറ്റി പറയാനുള്ളത്. എല്ലാവരുടെ ലൈക്ക്, ഷെയർ, കമൻസ് ഒക്കെ വേണം. താങ്ക് യു.